നമ്മുടെ ട്രെയിലർ ഹുക്ക് ചെയ്യാൻ നേരം സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ട്രെയിലറിൻ്റെ നീളം 53 അടിയാണ്. അപ്പോൾ നമ്മുടെ ട്രക്ക് 20 അടി നീളമുണ്ട് നമ്മുടെ ട്രക്കിന്. അപ്പോൾ നമ്മുടെ ട്രക്ക് നേരെ ട്രെയിലറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടിടുക. അതായത് ട്രെയിലർ ഹുക്ക് ചെയ്യാൻ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടിടുക. എന്നിട്ട് നേരെ ബാക്ക് പഠിക്കുക. ബാക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിലറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ ബാക്ക് പഠിക്കുക. ബാക്ക് പഠിച്ചിട്ട് നമ്മൾ ഇറങ്ങി നോക്കുക എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമ്മുടെ ഫിഫ്ത്ത് വീലും കിങ് പിന്നും തമ്മിലാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഫിഫ്ത്ത് വീല് ചില സമയത്ത് നല്ല പൊങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഫിഫ്ത്ത് വീല് കുറച്ച് റിലീസാക്കാൻ വേണ്ടി നമുക്ക് ഒരു ബട്ടണുണ്ട് ഈ ട്രക്കിനകത്തിൽ. അപ്പം ആ ബട്ടൺ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഫ്ത്ത് വീല് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിപ്പോകും. അതായത് നമ്മുടെ എയർ ബാഗ്സിൽ എയർ റിലീസാവും. എന്നപ്പോഴത്തേക്ക് ഫിഫ്ത്ത് വീല് താഴോട്ട് പോകും. അപ്പോൾ ഈ പൊസിഷൻ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇറങ്ങി നോക്കണം കേട്ടോ. നിങ്ങൾ ട്രക്കിൻ്റെ ട്രാക്ടർ ബ്രേക്ക് പാർക്കിംഗ് ബ്രേക്ക് ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങി നോക്കണം. നോക്കുമ്പോഴത്തേക്കിന് ഞാൻ ഇറങ്ങി നോക്കിയാണ്ടില്ലേ, ഇറങ്ങി നോക്കിയിട്ട് നമ്മുടെ കിങ് പിന്നെ അതിലേക്ക് കണക്റ്റ് ആവാൻ പൊക്കം കറക്റ്റാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇനി ബാക്ക് പഠിക്കുക. അല്ലെങ്കിൽ ഫിഫ്ത്ത് വീല് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫിഫ്ത്ത് വീല് നല്ല ഉയർന്നിരിക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് വീല് ഡാമേജ് ആവും. സോ അതിൻ്റെ ഹൈറ്റ് നമ്മുടെ കിങ് പിന്നുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റിയ ഹൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒത്തിരി പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എയർ റിലീസ് ആക്കിയിട്ട് നമുക്ക് ഫിഫ്ത്ത് വീല് കുറച്ച് താക്കുക. എന്നിട്ട് പയ്യെ ബാക്ക് പിടിക്കുക. സോ അതിപ്പോൾ ബാക്ക് പിടിക്കുകയാണ്. ഫിഫ്ത്ത് വീല് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് കണക്റ്റ് ആവും. കണക്റ്റ് ആയ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇറങ്ങിയ ശേഷം നമ്മൾ ട്രെയിലിൻ്റെ അടിയിൽ പോയി നോക്കുക. ട്രെയിലിൻ്റെ അടിയിൽ പോയിട്ട് കിങ് പിന്നും ഇത് നമ്മുടെ ഫിഫ്ത്ത് വീലും കണക്റ്റ് ആയെന്ന് ഉറപ്പ് വരുത്തുക. അതിനകത്ത് ഒരു ലോക്കിംഗ് ജോ എന്ന സംഭവം, ആ ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ 3 കണക്ഷൻസും കൊടുക്കുക. എമർജൻസി എയർ ഹോസ്, സർവീസ് എയർ ഹോസ്, പിന്നെ നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻ 3 കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാൻഡിങ് ഗിയർ ഉയർത്തുക. ഈ 3 പ്രൊസീജിയറാണ് കേട്ടോ. അതായത് ആദ്യം പോയിട്ട് ട്രെയിലിൻ്റെ അടിയിൽ പോയിട്ട് നമ്മുടെ ട്രെയിലറും ഫിഫ്ത്ത് വീലും കിങ് പിന്നും കണക്റ്റ് ആയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ കണക്ഷൻസ് 3 കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാൻഡിങ് ഗിയർ ഉയർത്തിയിട്ട് വണ്ടി റെഡി ടു ഗോ ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ലൈറ്റുകളെല്ലാം വർക്കിംഗ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, ബാക്കിലെ ബ്രേക്ക് ലൈറ്റ്സ്, ക്ലിയറൻസ് ലൈറ്റ്സ് ഇതെല്ലാം വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ട്രെയിലർ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അല്ലെങ്കിൽ അഥവാ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ കമ്പനിയെ റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ട്രെയിലറിൻ്റെ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് കമ്പനിയെ റിപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ റോഡിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഫൈൻ കിട്ടുന്നത് ഈ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ. ട്രക്കിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ്. എന്നപ്പം ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ പഴയ ട്രെയിലർ കിടക്കും. അപ്പോൾ അതിനകത്തിൽ ലൈറ്റുകളോ എന്തെങ്കിലും വർക്ക് ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും കേട്ടോ, കമ്പനിക്കല്ല, നിങ്ങൾക്കായിരിക്കും കിട്ടുന്ന ഫൈൻ. സോ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗുഡ് ബൈ.